നേപ്പാളിൽ നടക്കുന്ന ഏറ്റവും വലിയ പോരാട്ടം വെറും സോഷ്യൽ മീഡിയക്കായി മാത്രമുള്ളതല്ല, അത് സ്വാതന്ത്ര്യത്തിനായിട്ട് കൂടിയുള്ളതാണ്. സർക്കാർ 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ബാൻ ചെയ്തതോടുകൂടിയാണ് ഈ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. യുവാക്കൾ മുദ്രാവാക്യം വിളിച്ചു, ഷട്ട് ഡൗൺ കറപ്ഷൻ, നോട്ട് സോഷ്യൽ മീഡിയ. ഈ പ്രതിഷേധത്തിൽ 12 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ 19 പേർക്ക് ജീവനഷ്ടമായി. 400-ലധികം പേർക്കാണ് പരിക്കേറ്റത്. പക്ഷേ കാര്യം വെറും ഫേസ്ബുക്കും യൂട്യൂബും മാത്രമല്ല. യുവാക്കൾ പറയുന്നത് കറപ്ഷൻ, തൊഴിലില്ലായ്മ, ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്തൽ, ഇതെല്ലാം അവസാനിപ്പിക്കണമെന്നാണ്. പ്രതിഷേധത്തിന് മുഖം ജെൻസി ആയാലും അവർക്കൊപ്പം നിൽക്കുന്നത് മുഴുവൻ ജനങ്ങളാണ്. വിദ്യാർത്ഥികളും തൊഴിലാളികളും സാധാരണക്കാരും ഒന്നിച്ച് തെരുവിലിറങ്ങും. നേപ്പാളിലെ പ്രതിഷേധം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ഒരു തലമുറയുടെ ശബ്ദം അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ ശക്തമായി ഉയരും.